നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ നടുക്കി മറ്റൊരു കൊലപാതക വാർത്ത കൂടി പുറത്തു വരികയാണ്. കോഴിക്കോട് നിന്നാണ് ഈ കൊലപാതക വാർത്ത പുറത്തു വരുന്നത്. കോഴിക്കോട് ചെലവൂരിൽ 16 വയസ്സുകാരിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ബന്ധുവായ യുവാവ് ആത്മഹത്യ ചെയ്തു. മൂഴിക്കൽ സ്വദേശിനിയായ നസ്രീനെയാണ് കൊല്ലപ്പെട്ടത്. ബന്ധുവായ യുവാവ് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഇവർ ബന്ധുക്കളാണ്. പെൺകുട്ടിയുടെ ബന്ധുവായ അദിനാൻ എന്ന യുവാവാണ് നസ്രീനയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത്. കൃത്യത്തിന് ശേഷം അദിനാൻ സ്വയം ജീവൻ ഒടുക്കുകയായിരുന്നു. എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന ചോദ്യമൊക്കെ നിലവിൽ ഉയരുകയാണ്. പോലീസിനോട് ACPയോട് അടക്കമുള്ള ഇപ്പോൾ നിലവിൽ അവർ പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് പെൺകുട്ടിയെ എന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. അതിനുശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തതയുള്ളൂ. മാത്രമല്ല കുട്ടിയുടെ ബന്ധുക്കളൊക്കെ ആശുപത്രികളാണ്. അവരെ മൊഴിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഒരു വ്യക്തത വരണമെങ്കിൽ കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഒരു വ്യക്തത വരികയുള്ളൂ. വിവരം ഇന്ന് രാവിലെയോടെയാണ് പോലീസ് അറിഞ്ഞത്. അറിഞ്ഞ ഉടനെ അവർ വീട്ടിലെത്തിയിരുന്നു. എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്ന ശേഷം ആണ് ഈ പ്രതി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. പെൺകുട്ടിയെ 16-കാരിയാണ് ഇയാൾ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ സഹോദരിമാരുടെ മക്കളാണ് എന്നാണ് നാട്ടുകാർ പ്രതികരിച്ചിരിക്കുന്നത്. 2 മുറികളിലായിട്ടാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. മരിച്ച 16-കാരി 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് രാവിലെയോടെയാണ് നാട്ടുകാർ വിവരം അറിഞ്ഞത്. ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 20-കാരനാണ് കൊലപാതകി. ബന്ധുവായ യുവാവ് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് രാവിലെ എത്തി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഒരു വ്യക്തത വരാൻ സാധിക്കുകയുള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ, ബന്ധുക്കളുടെ മൊഴിയെടുത്തതിന് ശേഷം മാത്രമേ ഒരു വ്യക്തത പോലീസിന് കിട്ടുകയുള്ളൂ. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വീടിനുള്ളിൽ ഈ പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം യുവാവ് വീടിനുള്ളിൽ തന്നെ തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തുടങ്ങി. മൃതദേഹങ്ങൾ ഇപ്പോൾ ആശുപത്രിയിലാണ്. കുടുംബങ്ങൾ തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? ഇവരിപ്പോൾ പരസ്പര ബന്ധുക്കളാണ്. അപ്പോൾ കുടുംബങ്ങൾ തമ്മിലുള്ളൊരു തർക്കമാണോ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടതെന്ന ചോദ്യം നിലവിൽ ഉയരുന്നുണ്ട്. പക്ഷേ അതിലൊരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. കുടുംബങ്ങൾ തമ്മിൽ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടോ? ഒന്നിലെ ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല. എന്താണ് എന്നതിന് ഒരു വ്യക്തത നിലവിൽ ഈ മണിക്കൂറുകളിൽ നമുക്ക് കിട്ടുന്നില്ല. അന്വേഷണ സംഘത്തിനും ഒരു വ്യക്തതയില്ല. എന്തായാലും അവർ ചോദ്യം ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വിടേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എന്നാലും നടക്കുന്ന ഒരു കൊലപാതകമാണ് ഉണ്ടായിരിക്കുന്നത്. 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബന്ധുവായ 20-കാരൻ കൊലപ്പെടുത്തിയിരിക്കുന്നു. ശേഷം ആ വീട്ടിൽ തന്നെ മറ്റൊരു മുറിയിൽ കയറി അയാൾ തൂങ്ങി മരിച്ചിരിക്കുന്നു. വളരെ ഭയാനകമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത്. നാടും നാട്ടുകാരും ഉറ്റവരുമൊക്കെ വളരെ നടുക്കത്തിലായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.